ഹലോ എവ്രി വൺ. കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഒരു ഷോപ്പിങ്ങിന് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിൽ കൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു കപ്പ് പൊട്ടിയിരിക്കുന്നത് കണ്ടത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാൻഡിൽ പൊട്ടിയിരിക്കുക. അപ്പോൾ അവിടെ ഒരു വൈറ്റ് സ്റ്റെയിനും ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ആ സ്റ്റെയിൻ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്യാമലിൻ്റെ പെർമനൻറ്റ് മാർക്കറാണ്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കളറൊന്നും മാറ്റിയെടുക്കാമെന്ന് കരുതി. എന്നിട്ട് നമ്മൾ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവറാണ് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ആദ്യം തന്നെ നമുക്ക് ആ ഒരു പെർമനൻറ്റ് മാർക്കർ കൊണ്ട് ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് കളർ ചെയ്തെടുക്കാം. സോ കളർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്റ്റെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല, പക്ഷേ ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചുളിപ്പിലെ പരിപാടിയിലോട്ട് പോകാം കേട്ടോ. ഒരു മാർക്കർ എടുത്തിട്ട് നമ്മുടെ പിങ്ക് പൈപ്പ് ലൈനർ ആദ്യം എടുത്ത് ഞാൻ 4 പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ 4 പ്രാവശ്യം ചുറ്റിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫ്ലവർ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ 2 ലെയർ വെച്ച് ചെയ്യാനാണ് പ്ലാൻ. ഇതിൽ ഞാൻ 2 ചുളിപ്പാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒരെണ്ണമാണ് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു എൻഡ് വന്നിട്ട് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം പുറത്തോട്ടെടുത്തിട്ട് ഓരോ പെറ്റൽസും അതിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈച്ച് പെറ്റൽ നമ്മളിങ്ങനെ എടുത്തിട്ട് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതാ ഈ രീതിക്ക് ഒരു 2 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ പെറ്റൽസും ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ടാണ് കേട്ടോ. സോ അങ്ങനെ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഒന്ന് ലെയർ ആയി കൊടുക്കാം. ഇപ്പോൾ കണ്ടാൽ ഒരു ചുലിപ്പിൻ്റെ പെറ്റൽ പോലെ തോന്നില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ആ ലോങ് എക്സസ് പാർട്ട് ഉണ്ടല്ലോ, അതിനെ നമ്മൾ മടക്കി ഒരു പെറ്റൽ പോലെ ആക്കുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ നടുക്കൊരു പോർഷൻ വരുന്നുണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ സ്റ്റെം ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു പാർട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. സോ നമ്മളിത് 2 പാർട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ പരിപാടിയിലോട്ട് പോകാം കേട്ടോ. സ്റ്റെം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു ഫുൾ പൈപ്പ് ലൈനറാണ്. സോ അതിന് ഒരു പൈപ്പ് ലൈനർ എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്നിങ്ങനെ ഒരു നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ ഫ്ലവർ അതിന് ഊരിപ്പോകാണ്ടിരിക്കാനാണ് കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവർ ഉണ്ടല്ലോ, നമ്മുടെ ഫ്ലവറിൻ്റെ നടുക്കൊരു ഹോൾ ഉണ്ടാവും. അതുവഴിയിട്ട് നമുക്കിതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത ലെയറും കൂടെ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ലെയറിലത്തെ ഹോൾ ഇച്ചിരി ചെറുതായിരുന്നു, അതുകൊണ്ട് കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഹോളൊന്ന് വലുതാക്കി കൊടുത്തിട്ടാണ് കയറ്റിയേക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കൂടെ ആ ഒരു സ്റ്റെമ്മ് ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് അതൊന്ന് ഇനി നമ്മളിപ്പോൾ കണ്ടാലൊരു നോർമൽ ഫ്ലവറിൻ്റെ ലുക്കേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് റിയൽ ഫ്ലവറിൻ്റെ ലുക്ക് കൊണ്ടുവരാനായിട്ട് ഇതൊന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ കരുതിയത്, പക്ഷേ ഈ വീഡിയോയുടെ ടൈമിങ് ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. സോ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്തേക്കുന്ന പെറ്റൽസിൻ്റെ ലെങ്ത്തും ഒരു പെർഫെക്ഷൻ ഇല്ല എല്ലാത്തിനും. ഫസ്റ്റ് ടൈമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പിങ്കും ഗ്രീനും മാത്രമായിട്ട് മേടിച്ചത്. കാരണം ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാമല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേറെ കളേഴ്സൊക്കെ മേടിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ലീഫിലോട്ട് പോയാലോ. ലീഫിലോട്ട് പോകാനായിട്ട് ഒരു പൈപ്പ് ലൈനിനെ എടുത്ത് ഞാൻ 2 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഇങ്ങനെ ചുറ്റിയിട്ട് അതിനകത്ത് കൂടെ മറ്റേതെടുത്തിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് മറ്റേതിൻ്റെ എൻഡും കൂടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഒരു അടിപൊളി ലീഫ് റെഡിയായി കിട്ടും. ഇതുപോലത്തെ 2 എണ്ണമാണ് ഒരു ചുലിപ്പിന് വേണ്ടത്. സോ ഞാൻ 2 ചുലിപ്പ് വെക്കുന്നുണ്ട്, 2 എണ്ണം വേണം. ഒരെണ്ണം ഉണ്ടാക്കുന്നത് ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളൂ, 2 എണ്ണം ഉണ്ടാക്കണ കാണിച്ചിട്ടില്ല. സോ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ലീഫും കൂടെ വേണം. ഞാൻ ഈ ഒരു ലീഫ് ആ ചുലിപ്പിലൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് അതുപോലെ വീണ്ടും ഒരു ലീഫും കൂടെ ഉണ്ട്. ആ ലീഫും കൂടെ ഇതിലോട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ചുലിപ്പിൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ കഴിഞ്ഞിട്ടില്ല. സോ നമ്മുടെ പരിപാടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കപ്പിലോട്ട് ഇൻസേർട്ട് ചെയ്യണ്ടേ. അതെന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുവാണ് കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചുലിപ്പ് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ 2 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിതിൽ കപ്പിലോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാൻ ഓടിപ്പോയി ഒരു തെർമോക്കോൾ കട്ട് ചെയ്തു. അതിൻ്റെ ഷേപ്പ് ഒന്നും ശരിയായില്ല. അപ്പോൾ ഞാനത് അതിനകത്തോട്ട് കയറ്റി വെക്കുവാണ് കേട്ടോ. എന്നിട്ട് ചുലിപ്പിൻ്റെ നീളമൊക്കെ ഇച്ചിരി കൂടിപ്പോയതുപോലൊക്കെ തോന്നിയാൽ ഞാൻ കുറേ കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടാവുന്നു, ഇതിൽ കാണിച്ചിട്ടില്ല. സോ ഇത്ര എളുപ്പത്തിൽ നമുക്കൊരു ചുലിപ്പിൻ്റെ രീതിയിലൊരു ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ഇപ്പോൾ ക്യൂട്ടായിട്ടിരിക്കാൻ, എസ്തെറ്റിക് ആയിട്ടിരിക്കാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.